ശ്രീ ഗോപാലകൃഷ്ണൻ, എന്തായാലും ശബരിമലയിൽ നടന്നത് ആസൂത്രിത സ്വർണ്ണ കവർച്ചയാണ് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മാറ്റി പകരം വേറെ വെച്ചു. ക്ഷേത്ര സ്വത്ത് ഏൽപ്പിച്ചിരിക്കുന്നവരുടെ ഉപജാപവും പ്രോത്സാഹനവുമാണ് കവർച്ചയ്ക്ക് വഴിയൊരുക്കിയത് എന്ന ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. തികച്ചും ആസൂത്രിതവും ഘട്ടം ഘട്ടവുമായാണ് സ്വർണ്ണക്കൊള്ളയടി. ഇതിൽ നിന്നും ദേവസ്വം ബോർഡിന് മാത്രമല്ല കൊള്ള മുതൽ പങ്കിട്ടതിൻ്റെ വിഹിതം കിട്ടിയതെന്ന് വ്യക്തമല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? മുകളിലിരിക്കുന്നവർ അറിയാതെ ഇത്രയും ആഴത്തിലൊരു കൊള്ള സാധ്യമാണോ? ദയമാതിനും അനിൽജി, നിങ്ങളുടെ സംശയം ഒരിക്കലും അടിസ്ഥാനം ഇല്ലാത്തതല്ല, ജെന്യുവൻ ഡൗട്ടാണ്. പക്ഷേ ഈ അതിനുള്ള എവിഡൻസ് ഇപ്പം മുകളിലുള്ള ഒരു ഇതിനകത്ത് അറിയാതെ ചെയ്യില്ല എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ അതിനുള്ള എവിഡൻസ് ഇവർ കളക്ട് ചെയ്യണ്ടേ? ഈ SIT നമ്മൾ ഇത് ഒക്ടോബർ മാസം തൊട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത രീതി കണ്ടപ്പോൾ അതുവരെ ഞാൻ SITക്ക് സപ്പോർട്ടായിരുന്നു. നമ്മൾ പഴയത് നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത രീതി, ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്ത രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നേരാമണ്ണം പോകില്ല, ഇത് 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 ചവിട്ടിപ്പിടിക്കും. അത് ഞാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എനിക്കൊന്ന് നവംബറിലാണ് തോന്നുന്നു, നവംബർ 3-ാം തീയതി മറ്റാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് അപ്പോഴേ അദ്ദേഹത്തിന് ആദ്യത്തെ കേസിൽ ജാമ്യം കിട്ടി 90 ദിവസം കഴിഞ്ഞു. അല്ല, അതൊരു സാധാരണയുള്ള ഒരു സംഗതി, CRPC പ്രകാരമുള്ളതാണ്. പിന്നെ ജാമ്യം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇയാൾ ജാമ്യത്തിൽ പോട്ടെ, അതൊരു വിഷയമല്ല, എല്ലാവരും ജാമ്യത്തിൽ പോട്ടെ. പക്ഷേ നമ്മുടെ കൺസേൺ അതല്ല, ഇതിൻ്റെ ട്രയൽ സ്റ്റേജിൽ ഇവരെയൊക്കെ ശിക്ഷിക്കുമെന്നുള്ളതാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ വറി ചെയ്യേണ്ടത്. ജാമ്യം ഒരു വിഷയമല്ല. പക്ഷേ പെട്ടെന്നൊന്നും അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഈ EDയുടെ ഇനി വരും, അവരെ അറസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഈ അനിൽജി പറഞ്ഞതുപോലെ നമ്മുടെ SITക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ദേ ആർ ഹെൽപ്ലെസ്. അത് എന്തുകൊണ്ട് അതിൻ്റെ ടീം ലീഡർ അത് എഴുതി കൊടുക്കുന്നില്ല? ഞങ്ങളെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്നില്ല, ഇത് വേറെ ആരെങ്കിലും ഞാൻ CBI വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ, അങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ എഴുതി കൊടുക്കാം, അദ്ദേഹത്തിന് കൊടുക്കാം, ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കൊടുക്കാം. അവരല്ലേ പറയേണ്ടത്. അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിന് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് സുപ്രീം കോടതിയിൽ ആരെങ്കിലും പോകണം. CBI അറസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. CBI അറസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ജേക്കബ് തോമസ് സാറിൻ്റെ ഒരു കേസിൽ സുപ്രീം കോടതി ചെറുതായി 25,000 rupees കോസ്റ്റോ മറ്റോ അടിച്ചു. അതിൽ ഇങ്ങനത്തെ ഒരു വിഷയം നെതർലാൻഡ്സിൽ പോകാൻ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നെന്നോ അതൊന്നും നടക്കില്ല. നെതർലാൻഡ്സിൽ കേരള പോലീസ് പോയെന്ന് അന്വേഷണം നടത്താൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് CBI ആണ്, ഇൻ്റർപോളിൻ്റെ ഇവിടുത്തെ ഏജൻ്റായിട്ട് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇൻ്റർനാഷണൽ പോലീസും എല്ലാം കൂടെ ചേർന്ന് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ CBIക്ക് മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല CBIക്ക് ഒരു വിങ്ങുണ്ട്, വിഗ്രഹമോഷണം ആയിട്ട് അതിന് ഡീൽ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് വിങ്ങുണ്ട്. പിന്നെ ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ CBI വന്നാൽ മതി, അവരന്വേഷിച്ചാൽ ഇത് ശരിയാവുള്ളൂ എന്ന് പറയാൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. പിന്നെ ഞാൻ അങ്ങ് നിർത്തി. ഇന്റർപോൾ എന്ന് വരെ പറഞ്ഞു. ഇന്റർപോൾ അല്ല, NIA എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരോ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരോ പറഞ്ഞിട്ടുണ്ട് ഇന്റർപോൾ. NIA കൊണ്ടുവരാം വേണമെങ്കിൽ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ പിന്നെ ഈ ദുബായിൽ മറ്റേ ദാവൂദിൻ്റെ സംഘത്തിന് ഇത് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ NIA വരും. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ എന്തുകൊണ്ട് ഈ CBI മതി എന്ന് പറഞ്ഞാൽ CBIയോടുള്ള പ്രേമം കൊണ്ടൊന്നുമില്ല. ഞാൻ CBIയിലുണ്ടായിരുന്നു. CBIക്ക് വീക്ക്നെസ്സസും ഉണ്ട്, സ്ട്രോങ് പോയിൻറ്സും ഉണ്ട്, നമ്മുടെ കേരള പോലീസിനെ പോലെ തന്നെ. എന്നിരുന്നാലും നമ്മുടെ നാഷണൽ ക്രൈം ബ്യൂറോ NCRB റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് CBIയുടെ കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കൂടുതൽ NIAക്കാണ്. 90% മറ്റാണ്. ഒരു കേസ് അവർ
ചാർജ് ഷീറ്റ് ചെയ്ത അതാണ് ഞാൻ NIA എന്നാണ് നിലവിളിച്ചത്. ഓക്കെ, ശരി, CBIക്ക് 75% ആണ്. 100 കേസ് അവർ ചാർജ് ഷീറ്റ് ചെയ്യുമെങ്കിൽ, ഇൻഡൈറ്റ് ചെയ്യുമെങ്കിൽ അതിൽ 75 കേസ് ശിക്ഷിക്കുന്നു റഫ്ലി. അതേസമയം നമ്മുടെ കേരള പോലീസ്, CBCIDയും കേരള പോലീസും ബിലോ 50% ആണ്. ആ ഒരു മെക്കാനിസം ഇല്ല. ഈ കേസ് നടത്തി ശിക്ഷിപ്പിക്കാനുള്ള ഒരു മെക്കാനിസം ഇല്ല പ്രോസിക്യൂട്ടറുടെ കൂടെ നിന്ന്. അത് ഒരുപാട് നാൾ കൊണ്ട് ഇല്ല, 10-20 വർഷമായിട്ടില്ല. പണ്ടുണ്ടായിരുന്നു, 20 വർഷത്തിന് മുമ്പ് കേസ് ശിക്ഷിപ്പിക്കാനായിട്ട് ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ വിജിലൻസിലായിരിക്കും അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലായിരിക്കും. പക്ഷേ ക്രൈംബ്രാഞ്ച് ഇരുന്നപ്പോഴാണ് ഇത് ചെയ്തത്. ആ ഉദ്യോഗസ്ഥന്മാരെ വരുത്തും. അങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ടാകുന്നു. അതൊന്നും ഇല്ല. അപ്പോൾ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ കേസ് വിട്ടുപോകും. അതൊക്കെ കൊണ്ടാണ്, ആ ഒരു കാരണം കൂടെ കൊണ്ടാണ് CBIക്ക് റഫ്ലി 75% ആണ് ഉള്ളത് കൺവിക്ഷൻ റേറ്റ്. അതാണ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ഇതുപോലുള്ള വെളിയിലൊക്കെ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ദാവൂദ് മണി. അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയപ്പം അയാൾ സ്റ്റാലിൻ്റെ അടുത്ത ആളായിരിക്കും, ഹൂ നോസ്. ആദ്യം അത് പോയത് ഒരു DYSPയോ CA മറ്റാണ്. തമിഴ്നാട്ടിൽ പോയി ദാവൂദോ അല്ലെങ്കിൽ വേറെയോ മണിയെ, അയാൾക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉള്ളതില്ല, അയാളെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ കേരള പോലീസിൻ്റെ ലിമിറ്റേഷൻസ്. സർ, ഹൈക്കോടതി തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണല്ലോ, പങ്കജ് കപൂറിനെ പോലുള്ള ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലിന്, അയാളുടെ ഗാങ്ങിന് പോലും ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നൊരു സംശയം ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടിപ്പിച്ചതാണ് അല്ലേ? അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട്. നോക്കൂ, ഈ ഒരു ഡിലേ വരുമ്പോൾ ഇപ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നു. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അവരുടെ അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു ബെഞ്ചിൽ പോയ സമയത്ത്, അതായത് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ചിൽ പോയപ്പോൾ ആ ജഡ്ജി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതായത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾ അദ്ദേഹം എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റിസ് ബദറുദ്ദീൻ. അപ്പോൾ ഹൈക്കോടതിക്ക് തന്നെ ഒരു ബെഞ്ച് ഇവരിൽ തൃപ്തി ഉണ്ട്, പക്ഷേ മറ്റേ ബെഞ്ച് ഇപ്പോഴും ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വിമർശിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു ഡിലേ വരികയല്ലേ. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽസിനൊക്കെ ഒരുപക്ഷെ തെളിവ് നശിപ്പിക്കാനുള്ളൊരു അവസരം കൂടി അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയല്ലേ? അതിന് ഒരു സംശയം വേണ്ട. നിങ്ങൾ പറഞ്ഞ 150% കറക്റ്റാണ്. ഒരു ദിവസം താമസിച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം. ഇപ്പം തന്നെ പോയി CBI വന്നാൽ പോലും അതെങ്ങനെയെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ CBI കുറച്ചുകൂടെ ലെവറേജ് ഉണ്ട്. വരുന്നത് മുഖർജിയോ അല്ലെങ്കിൽ അരുണാചലോ ഡൽഹിയിലായിരിക്കും കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണം, ഇവിടെ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബെഞ്ചിൻ്റെ നമ്പ്യാർ പറഞ്ഞില്ലേ, അതിനകത്തൊരു സംഗതി നമ്മൾ കാണാതെ പോകരുത്. ദേവസ്വം ബെഞ്ചല്ലേ പറഞ്ഞത്, ഈ അനിൽ കപൂർ, ബഹുമാനപ്പെട്ട കപൂറുണ്ട്, പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട്, കൽപേഷോ, അവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇത് അവരെങ്ങനെ അറിഞ്ഞു? നമ്മുടെ ദേവസ്വം ബെഞ്ച്. അതായത് ഈ നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കേസ് ഡയറി പരിശോധിച്ചാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. റിപ്പോർട്ട് അതെ, അല്ല, കേസ് ഡയറി പരിശോധിക്കും. അപ്പോൾ ഈ കേസ് ഡയറിയിൽ അല്ലെങ്കിൽ വേറെ റിപ്പോർട്ടുണ്ടെങ്കിൽ കേസ് ഡയറിയിൽ വരണമെന്നാണ് നിർബന്ധമായിട്ട്. അപ്പോൾ കേസ് ഡയറിയുടെ ഇടയിൽ ഈ ദേവസ്വം ബെഞ്ചിന് ലോകത്തിലെ ഏത് ജഡ്ജിക്കും 85-120 പേജൊന്നും മൊത്തം വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ ഇൻവെസ്റ്റിഗേറ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സാർ അത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, നമ്മളതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അന്ന് അതിങ്ങ് എടുക്കും നോക്കട്ടെ എന്ന് പറയാം, അതൊക്കെ എടുത്ത് വെച്ച് വായിക്കും. അപ്പോൾ ഈ അനിൽ കപൂറിൻ്റെയും കൽപേഷിൻ്റെയൊക്കെ കാര്യങ്ങൾ ഈ കണ്ടുപിടിച്ചത് SIT ആണ്, വേറെ ആരുമല്ല. എന്നിട്ട് ആ SIT നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് റിപ്പോർട്ട് ചെയ്തു. അപ്പോഴാണ് അവർ പറഞ്ഞത്, അല്ലാതെ അവർക്ക് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഈ പങ്കജ് കപൂർ ഏതോ ജയിലിൽ കിടപ്പുണ്ട്, അയാളെങ്കിലും പോയി ചോദ്യം ചെയ്യണ്ടേ? ഏതോ ജയിലിലാണ് ഉള്ളത് അയാൾ. അത് എപ്പോൾ അയാളെ ജയിലിലാക്കി ജയിലിലുണ്ട്, ഡൽഹിയിലാണെന്ന് തോന്നുന്നു. ആണ്, ആ കപൂറിനെ എപ്പോഴാണ് ജയിലിലാക്കിയെന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഈ ഇതൊക്കെ തുടങ്ങിയ ശേഷമാണോ കപൂർ ജയിലിൽ പോയത്? തമിഴ്നാട്ടിലെ ഒരാൾ ജയിലിലുണ്ട്, അതൊന്നും നമുക്ക് അറിയാമെങ്കിലും കപൂറിന്റെ സംഘം ഉണ്ടല്ലോ പുറത്ത്. അതുകൊണ്ട് ഈ SIT അന്വേഷിച്ച ഇത് ഒരിടമില്ല. പിന്നെ ഈ ഒരു വലിയ ലാക്കണയുണ്ട്. ദിസ് ഈസ് എ തെഫ്റ്റ് കേസ്. നമ്മൾ ഈ കിടന്ന് കൊള്ളാമെന്നൊക്കെ പറയുമെങ്കിലും ദിസ് ഈസ് എ തെഫ്റ്റ് കേസ്.
പിന്നെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഞാൻ പറഞ്ഞ നേരത്തെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് തെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ആ ഒരു ഗൗരവം കുറയില്ലേ? അല്ല, അത് ഗൗരവം കുറയും. അത് ആക്ച്വലി അതാണ്, വേറെ സെക്ഷൻ ഇല്ല നമ്പ്യാർജി. ഈ നമുക്കിടാൻ വേറെ സെക്ഷൻ ഇല്ല. പക്ഷേ ഇതിനകത്തൊരു സെക്ഷൻ ഉണ്ട് ഇപ്പോഴത്തെ പുതിയ നമ്മുടെ ന്യായസംഹിത പ്രകാരം ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട്. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് പ്രോപ്പറായിട്ട് അയ്യപ്പൻ്റെ പിതൃത്വം അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സംരക്ഷകർ ഈ ദേവസ്വം ബോർഡ് ഉള്ള ഉദ്യോഗസ്ഥന്മാരാണെന്ന് നമ്മൾ നന്നായിട്ട് പ്രൂവ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ 10 വർഷം കൂടുതൽ തടവ് കിട്ടും. അതൊരു പുതിയൊരു പരിപാടിയാണ്. നേരത്തെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഒക്കെ പ്രൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പം ഇതുവരെ ഒരു റിക്കവറി ഇല്ല. ഈ തെഫ്റ്റ് കേസ് ആണെങ്കിൽ പോലും റിക്കവറി വേണ്ടേ? റിക്കവറി, ദർ ഇസ് നോ റിക്കവറി. ഈ ഏത് സാധനം എടുത്ത് വെച്ച് റിക്കവറി? ഒരു ബക്കറ്റിൽ ഇതാണ് സ്വർണം എന്ന് പറഞ്ഞ ഇപ്പൊ ഇവര് ഈ 23 എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുന്നത് ആ വാജീവാഹനം മാത്രമാണ്. പക്ഷെ അത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. വാജീവാഹനം ഒറിജിനൽ അല്ലല്ലോ. വാജീവാഹനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? വാജീവാഹനം വിറ്റുപോയി. അതിനാണല്ലോ ഇത് കഷ്ടപ്പെട്ടൊക്കെ എടുത്തത്. അപ്പം ഇവർ വന്നാലേ, അതുകൊണ്ട് ഞാൻ ഈ എപ്പോഴും CAG എന്ന് പറയുന്നത്, ഇവിടെ ഈ സ്റ്റേറ്റ് ഓഡിറ്റ് ഉണ്ട്, ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് ഉണ്ട്. ഇവരെന്തോന്ന് കണ്ടുപിടിച്ചു? എത്ര വർഷമായല്ലോ. ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് 2016-15 ഇത്രയും 2026 കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏത് അഴിമതിയാണ് ഈ സ്റ്റേറ്റ് ഓഡിറ്റും മറ്റേ ഇവരും പിടിച്ചത്? അപ്പം ഒന്നും പിടിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഈ CAG വന്നാൽ നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്ന പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, ഇപ്പം തന്നെ കഴിഞ്ഞ 20 വർഷക്കാലത്തെ ഈ ക്രമക്കേടുകൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അന്വേഷിക്കണം എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആര് ചെയ്യും? അതെ, ആര് ചെയ്യുന്നുള്ള ചോദ്യം. യെസ് സാർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.